രാജപ്പനെയും കൂട്ടി അർച്ചനയെ കാണാൻ നടരാജനും വിശ്വനാഥനും പുറപ്പെടുന്നു. കാർത്തിയായനിയുടെ ഫോണിൽ നിന്നും രേവതിയെ വിളിക്കുന്ന അർച്ചന. അർച്ചനയെ അന്വേഷിച്ചെത്തുന്ന വിശ്വനാഥനോട് രാജപ്പനെ അറിയില്ല എന്ന് കള്ളം പറയുന്ന കാർത്തിയായനി. അർച്ചന ഗർഭിണിയായിരുന്നില്ലെന്ന് വിശ്വനാഥനോട് പറയുന്ന രാജപ്പൻ. പെരുമ്പടപ്പ് കുടുംബത്തിന് അനന്തരാവകാശികളില്ല എന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ വിശ്വനാഥൻ. സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് വിശ്വനാഥനോട് കള്ളം പറയേണ്ടി വന്നതെന്ന് രാജപ്പൻ. ദത്തെടുക്കാൻ ഒരുങ്ങുന്ന നിരഞ്ജനയോട് കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ജയന്തി. അച്ഛനോടുള്ള പ്രതികാരത്തിനിടെ ഒരിക്കലും നിരഞ്ജനയുടെ കുറവുകൾ ആരെയും അറിയിക്കില്ല എന്ന് സുധി. അർച്ചനയെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ശ്യാമള. രാത്രി മഴ തുടരുന്നു. മേലാൽ അവളെ കാണണമെന്ന് പറഞ്ഞ മുമ്പിലേക്ക് വന്നു പോകരുത്. അവളുടെ പ്രസവം കഴിഞ്ഞ് കൊച്ചിനെ SP കൊടുത്തിട്ട് നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തരാം. അപ്പോ കണ്ടാ മതി. അങ്ങേര് സമ്മതിക്കില്ല മോളെ. നിനക്ക് അവിടം വരെ ഒന്ന് പോകാവോ? അച്ഛൻ ചാടി തുള്ളുന്നതിന് കാരണമുണ്ടമ്മേ. ഇന്നലെ ചേച്ചിയെ കാണാൻ SP കൂട്ടരും അച്ഛനെയും കൊണ്ട് ചെന്നിരുന്നു. അവര് വരുന്ന വിവരം അറിഞ്ഞ് കാർത്തിയന് ചേച്ചിയെ സ്ഥലം മാറ്റി കളഞ്ഞു. എന്നിട്ട് ചേച്ചിയെ അറിയില്ലെന്ന് SP പറഞ്ഞു. നീ ഇതെങ്ങനെ അറിഞ്ഞു? രാത്രി അച്ഛൻ പറഞ്ഞതാ. ചേച്ചി ഗർഭിണിയാണെന്ന് അച്ഛൻ കള്ളം പറഞ്ഞെന്ന് വിശ്വസിച്ചാ അവര് പോയത്. അച്ഛനെ അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിന്റെ പരിക്കുകളാ മുഖത്തൊക്കെ. എന്നിട്ട് അർച്ചന എവിടെ പോയി മോളെ? കാർത്തിയാനിക്ക് അതറിയൂ. ആ വീടിനടുത്തല്ലേ അവരുടെ ചായക്കട. അങ്ങോട്ട് പറഞ്ഞു വിട്ടുകാണും. ചുരുക്കി പറഞ്ഞ അച്ചുവെച്ചി അച്ഛന്റെ കൈവിട്ടുപോയി. ഞാനിത് നേരത്തെ ഊഹിച്ചതാ. കാർത്തിയാനിയുടെ മനസ്സ് കീഴടക്കാൻ അച്ചുവെച്ചിക്ക് കഴിഞ്ഞു. ഇനി ആരെയും പേടിക്കാതെ അച്ചുവെച്ചിക്ക് കുഞ്ഞിനെ പ്രസവിക്കാം, അതിനെ വളർത്താം. പക്ഷേ ആ ചെവളെ പേടിക്കണ്ട മോളെ. കാർത്തിയാനിക്ക് ആരെയും പേടിയില്ല. ഒരിക്കൽ ചെവള വന്നിട്ട് വന്ന വഴിക്ക് പോയില്ലേ. കാർത്തിയാനിയും ഒരു സ്ത്രീയല്ലേ അമ്മേ. ആ കുഞ്ഞിന്റെ മുഖം കണ്ട ഒരിക്കലും ചേച്ചിയെ ചെവളയ്ക്കെന്നല്ല ആർക്കും കൊടുക്കില്ല. അച്ചുവെച്ചിയും കുഞ്ഞ് രക്ഷപ്പെടും. എല്ലാ നെറ്റ്വർക്കുകളും ഉപയോഗിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല സർ. അങ്ങനെ ഒരാളുണ്ട്. അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിരഞ്ജനയാണ്. അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഈ വിഷയത്തിൽ അവളൊന്ന് ഷൈൻ ചെയ്യാൻ നോക്കുന്നതാ. പിന്നെ ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലെ പയ്യനാണ് ആ കൊച്ചിന്റെ അച്ഛൻ. ഇക്കാര്യം നേരിട്ട് നിരഞ്ജനോട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനിതിൽ ഇടപെട്ടു എന്ന് അറിഞ്ഞാൽ തന്നെ നാണക്കേടാ. അല്ല, ഹേമന് കാര്യം മനസ്സിലായില്ലേ? സേഫ്റ്റി നോക്കിയ പെൺകുട്ടിയെ സ്റ്റേറ്റിനെ പുറത്ത് കൊണ്ടുപോയി കാണില്ലേ സർ. ഇവിടെ നിർത്താൻ നിരഞ്ജനെ പോലുള്ള ഒരാൾ തയ്യാറാവില്ല. അവൾ ഇവിടെ തന്നെ ഉണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. ഡെലിവറിക്ക് മുമ്പ് ആ പെൺകുട്ടിയെ കണ്ടെത്തിയേ പറ്റൂ. കണ്ടുപിടിക്കാം സർ. നിരഞ്ജന പ്ലാൻ ചെയ്യുന്ന എന്താണെന്ന് ചില സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മയെയും കുഞ്ഞിനെ അവൾ മീഡിയയുടെ മുന്നിലെത്തിക്കും. എന്റെ മരുമകൾ അതിന് തുനിഞ്ഞാൽ പലരോടും എനിക്ക് സമാധാനം പറയേണ്ടി വരും. അതുണ്ടാവരുത്. ഹേമൻ കുറച്ചുകൂടി അലർട്ടാവണം സർ. ഹേമനിനി മറ്റു വഴികളൊന്നും തേടണ്ട. നിരഞ്ജനയെ ഫോളോ ചെയ്താൽ മാത്രം മതി. അവളുടെ ഓരോ നീക്കങ്ങളും നിങ്ങൾ വാച്ച് ചെയ്യണം. ചെയ്യാം സർ. ആ പെൺകുട്ടിയെ കണ്ടെത്തിയേ തീരൂ. കാര്യങ്ങളുടെ ഗൗരവം ഇപ്പൊ എനിക്ക് മനസ്സിലായി സർ. 2 ആഴ്ചയിൽ കൂടുതൽ സമയമെടുക്കില്ല. ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ശരി, എന്നാ ഹേമൻ പൊയ്ക്കോളൂ. സർ. അർച്ചന പറയുന്നതിൽ കാര്യമുണ്ട് ചേച്ചി. അവൾ ഇനി ഇവിടെ നിൽക്കുന്നത് അപകടം തന്നെയാ. അവളെ കണ്ടുപിടിച്ച് SP കൊടുക്കുമെന്ന രായപ്പൻ ചേട്ടന്റെ വെല്ലുവിളി. അയാൾക്കത് ചെയ്തേ പറ്റൂ. SP അയാളെ ജീവനോടെ വെച്ചേക്കുന്നത് തന്നെ അതിനുവേണ്ടിയാണ്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ചേച്ചിക്ക് ഇപ്പോഴും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായിട്ടില്ല. അർച്ചന എവിടെ ഉണ്ടെന്ന് അറിയുന്ന ആള് ചേച്ചിയാണെന്ന് SP മനസ്സിലാക്കി കഴിഞ്ഞു. അയാളത് മനസ്സിലാക്കട്ടെ. ഞാൻ അത്ര ചില്ലറക്കാരിയല്ലെന്നേ അയാളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. പോലീസിനെ കൊണ്ട് അയാൾ വീട് റെയ്ഡ് നടത്തിയാലോ? അവളെ കൈയോടെ പിടിക്കില്ലേ? അതിനുള്ള ചങ്കൂറ്റമൊന്നും അയാൾ കാണിക്കത്തില്ല.
എന്തിന് ഗർഭിണിയായ ഒരു പെണ്ണിനെ അയാൾ പിടിച്ചെന്ന് 10 പേരോട് സമാധാനം പറയേണ്ടി വരും. അപ്പോ അവളുടെ വയറ്റിൽ വളരുന്ന കൊച്ച് അയാളുടെ മകന്റേതാണെന്നുള്ള സത്യവും പുറത്തു വരും. എന്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ റെയ്ഡ് ചെയ്ത് പിടിച്ചാ ഞാൻ അടങ്ങിയിരിക്കുമോ? ഞാൻ തന്നെ എല്ലാരോടും വിളിച്ചു പറയും. ബുദ്ധിയുണ്ടെങ്കിൽ SP ആ വഴിക്ക് ചിന്തിക്കത്തില്ലടാ. അയാള് വരുന്നെങ്കിൽ അത് മറ്റൊരു വഴിക്കായിരിക്കും. വരട്ടടാ. ഇനി ചേച്ചിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോവിച്ചു വിട്ട പാമ്പാ രായപ്പൻ ചേട്ടൻ. അയാളുടെ മൂക്കിന് താഴെ എങ്ങനെ അർച്ചനെ നമ്മൾ സൂക്ഷിക്കും? അവളെ ഇപ്പൊ ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇത്രയും നാൾ വരെയ്ക്ക് അവളെ നോക്കാൻ പറ്റുമെങ്കിൽ പ്രസവം വരെ അവളെ സൂക്ഷിക്കാനും എനിക്ക് പറ്റും. നോവിച്ചു വിട്ട പാമ്പ് തന്നെയാ രായപ്പൻ. പക്ഷേ അയാൾക്ക് അടി കിട്ടിയത് നടുവില്ല, ഇഴയത്തുമില്ല, കൊത്തത്തുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് അയാളെ പേടിക്കുന്നത്? ഇനി എല്ലാം ചേച്ചിയുടെ ഇഷ്ടം. കാർത്തിയായനി ഒന്നും മനസ്സിൽ വെച്ചിറങ്ങിയ അതിൽ നിന്നും പിന്തിരിയില്ല. അവൾ ഇവിടെ ഈ വീട്ടിൽ തന്നെ നിൽക്കും. ഒരുത്തനും ഞാൻ അവളെ വിട്ടുകൊടുക്കത്തുമില്ല. രായപ്പനല്ലേ വരുന്നേ? അല്ല, രായപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു. നെറ്റിയിലെന്താ പറ്റിയേ? ഇന്നലെ വന്നതാ, സേലത്തായിരുന്നു. വരുന്ന വഴിക്കും തെന്നി വീണതാ. ഓടിപ്പാഞ്ഞലേ വന്നത്. അതിലിപ്പോ വിശേഷിച്ചെന്താ? എന്തു പറയാനാ, ഞാനൊരു കുരുക്ക് ചെന്ന് വിട്ടിരിക്കുക. സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ എന്തു ചെയ്യും? രായപ്പൻ കാര്യം പറ, എന്താ ഇപ്പൊ ഉണ്ടായേ? നിങ്ങളിത് വീട്ടിലെ പെണ്ണുങ്ങളോട് പോലും പറയരുത്. ഇല്ലെന്നേ. ഞാൻ അർച്ചനയെ തിരുവനന്തപുരത്തൊരു തുണിക്കടയിൽ കൊണ്ട് നിർത്തിയ കാര്യം നിങ്ങൾക്കറിയാലോ. അല്ല, അവളവിടെ നിന്ന് ചാടി അങ്ങനെ പോയോ? ചാടിയൊന്നും പോയില്ല. പക്ഷേ കടയിൽ ചെന്ന് നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് വിളി വന്നു. തലകറങ്ങി വീണ പെണ്ണിനെ ആശുപത്രിയിലാക്കിയെന്ന്. അപ്പോഴാ വിശേഷം അറിയുന്നത്. പെണ്ണ് 6 മാസം ഗർഭിണിയാണ്. റോസ്മലയിലേക്ക് ഈ ഗർഭവും കൊണ്ട് അവൾ വന്നത്. പിന്നെ ഏതും ആ SP മകന്റെ കൊച്ചാ. അപ്പോ അവളാള് കൊള്ളാമല്ലോ. അവളത് വീട്ടിൽ പറഞ്ഞില്ലേ? എങ്കിൽ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി അലസിപ്പിച്ച് കളയുമായിരുന്നില്ലേ. അവളത് ശ്യാമളയോട് പോലും പറയാതെ ഒളിപ്പിച്ചു വെച്ചു. പ്രസവം അല്ലാതെ ഇനിയൊരു വഴിയില്ല. ആളുകൾ അറിഞ്ഞാൽ എന്റെ പിള്ളേരുടെ ഭാവി തീർന്നു തന്നെ. ഇപ്പൊ അവൾ എവിടെ ഉണ്ട് രായപ്പ? വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടു നിർത്താൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ട് ഞാൻ കാർത്തികനോട് വിവരം പറഞ്ഞു. പ്രസവം വരെ അവിടെ കൊണ്ടു നിർത്താൻ അവൾ പറഞ്ഞു. കാർത്തികനെ ഇടയിൽ കയറി കളിച്ചതാണോന്ന് എനിക്കറിയില്ല. SP രംഗത്ത് വന്നു. അതോടെ അവൾ പെണ്ണിനെ വീട്ടിൽ നിന്ന് മാറ്റി. വല്ലാത്ത കുരുക്കലാ ഇപ്പൊ രായപ്പ ചെന്ന് പെട്ടത്. പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ കുടുംബം കത്തിക്കുന്ന SP ഭീഷണി. കാർത്തിയാനി അവളെ മാറ്റിയെങ്കിൽ ആ പരിസരത്ത് എവിടെയെങ്കിലും പെണ്ണുണ്ടാവും. അവളെ കണ്ടുപിടിക്കാൻ നിങ്ങളൊന്ന് സഹായിക്കണം. രായപ്പൻ ഒരു ആവശ്യം വന്ന ഞങ്ങൾ കൂടെ നിൽക്കത്തില്ലയോ? ആ ചുറ്റുപാടുള്ള വീടുകളൊക്കെ എനിക്കറിയാം. ഒരുത്തി വിചാരിച്ചാല് ഗർഭിണിയായ പെണ്ണിനെ ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ വാ, നമുക്ക് തെന്മല വരെ പോവാ അല്ലേ? പിന്നല്ലാതെ. രായപ്പൻ ധൈര്യമായിട്ട് വാ, നമ്മൾ അവളെ കണ്ടുപിടിക്കും. ശരി. അമ്പിളിയുടെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ റോസ്മലയിലേക്ക് വരാം, എല്ലാരും കാണാലോ. അമ്പിളി ഒരു ദിവസം തെന്മലയ്ക്ക് വാ, നമുക്ക് ഡാമിലൊക്കെ പോവാം. രേവതി ചേച്ചിയും കുട്ടി ഞാൻ വരാം. അപ്പോ അർച്ചനേച്ചിയും കാണാലോ. ആളുകളൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത് കാർത്തിയാനി ചേച്ചിക്ക് ഇഷ്ടമല്ല. അർച്ചനേച്ചിയെ കാണാൻ വേണ്ടിട്ട് ഞാൻ ചെല്ലുന്ന പോലെ അവർക്ക് പിടിക്കുന്നില്ല. അർച്ചനേച്ചി എപ്പോഴും അവിടെ തന്നെ കാണൂ. വേറെ എവിടെ പോവാനാ? പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അവിടെ എക്സൈസുകാര് റെയ്ഡിന് വന്നു. അതെങ്ങനെയോ അറിഞ്ഞ് കാർത്തിയാനി ചേച്ചി അർച്ചന ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് രാത്രി വരെ ചേച്ചി ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ആരും വരില്ലെന്ന് ഉറപ്പായിട്ടാ അർച്ചന ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോയത്. അതുപോലെ ഒരു വീട്ടിൽ കഴിയുന്ന കാര്യം കുറച്ച് കഷ്ടം തന്നെയാ. ഞാൻ അർച്ചനേച്ചിയോട് പറഞ്ഞതാ അവിടെ നിൽക്കാതെ ഭർത്താവിനെ വിളിച്ചു വരുത്തി കൂടെ പോവാൻ. ഇന്ദു അർച്ചനേച്ചി എന്ന് കണ്ടോ? ഇന്ന് ഞാൻ അങ്ങോട്ട് പോയില്ല. റെയ്ഡൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അർച്ചനേച്ചി അവിടുന്ന് പോയി കാണുമല്ലേ? പോകാൻ അർച്ചനേച്ചിക്ക് വേറെ സ്ഥലമൊന്നുമില്ല. അവരുടേത് ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാരിപ്പോഴും അവരെ അംഗീകരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് 2 ജാതിക്കാരാണെന്ന്. അർച്ചനേച്ചിയുടെ ഭർത്താവിന്റെ പേരെന്താ? സുധീഷ്. നല്ല സ്നേഹമുള്ള ആളാണെന്നാ അർച്ചനേച്ചി പറഞ്ഞത്. നാട്ടിൽ വരുമ്പോ എന്നെ പരിചയപ്പെടുത്തി തരാന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ചേട്ടൻ ഇനി ചേച്ചി അവിടെ നിർത്തില്ല എന്നാ. റെയ്ഡിന് വന്നവരെ ഇന്ദു കണ്ടോ? അവര്
2 വണ്ടികളിലായിട്ടാ വന്നത്. ആളുകളെ കാണാനൊന്നും പറ്റിയില്ല. പിന്നെ കാറുകളിലാ വന്നത്, ജീപ്പിലല്ല. കാർത്തികച്ചയ്ക്ക് അവർ അടിയൊക്കെ കൊടുത്തു. ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പാവ അർച്ചനേച്ചി. ഇന്ദു ഇന്ന് അവിടെ ചെന്ന് വിവരം ഒന്ന് അറിയണേ. ചിലപ്പോ അവിടുന്ന് പോയെങ്കിലോ. വീട്ടിൽ ചെന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ വൈകിട്ട് വിളിക്കാം. കേട്ടിട്ടൊരു സമാധാനമില്ല. ഇന്ദു പറയുന്നതൊക്കെ ഞാൻ രേവതി ചേച്ചിയോടും പറയാറുണ്ട്. നമ്മൾ സംസാരിക്കുന്നൊക്കെ ഞാൻ അമ്മയോടും പറയും. തെന്മലക്കുള്ള ജീപ്പ് കിടപ്പുണ്ട്. ഞാൻ പോട്ടെ, നാളെ കാണാം. അർച്ചനേച്ചി പോയി കാണണേ. കാണാന്നേ. ഇപ്പോ അടുക്കള പണികളൊക്കെ ജയന്തിയാണല്ലേ ചെയ്യുന്നേ? കുക്കിംഗ് മാത്രല്ലേ ഉള്ളൂ, നിരഞ്ജന ഹെൽപ്പ് ചെയ്യും. പുറം പണിക്കൊരു സ്ത്രീ വരുന്നുണ്ട്. ഞാനൊരു സെർവന്റിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. ഓ, ഉടനെ ഒന്നും വേണ്ട. ലീല ചില ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോ പൊക്കോളാൻ ഞാൻ തന്നെ പറഞ്ഞതാ. ഇവിടുത്തെ അന്തരീക്ഷം ഒന്ന് നേരെ ആവട്ടെ. അളിയൻ എന്തു പറയുന്നു? വിശ്വേട്ട ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുക. ഒന്നാലോചിച്ച വിശ്വേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. ട്രീറ്റ്മെന്റിന് പോകാതെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ചാടി പുറപ്പെടുന്നത് സാഹസം തന്നെയല്ലേ? അതിലെന്താ സംശയം? ഇന്നുവരെ സുധി ഒരു ഡോക്ടറെ ചെന്ന് കാണാൻ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു. ഇക്സി പോലെ വേറെയും ട്രീറ്റ്മെന്റ് ഉണ്ട്. കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇതൊന്നും സുധിക്ക് നിരഞ്ജനയ്ക്ക് അറിയാത്തതാ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരോടും ഒരു വാക്കുപോലും ചോദിക്കാതെയല്ലേ അവള് പ്രഗ്നന്റ് ആണെന്ന് അവൻ പ്രഖ്യാപിച്ചത്. ഇനി അത് മാറ്റി പറയാനൊന്നും പറ്റില്ല ജയന്തി. എങ്കിൽ പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാ ഏട്ടാ ഞാൻ വിശ്വേട്ടന്റെ കാല് പിടിച്ച് പറഞ്ഞത്, പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന്. സുധിയുടെ ട്രീറ്റ്മെന്റ് ഒരു വശത്ത് നടക്കട്ടെ. ഇപ്പൊ കൊണ്ടുവരുന്ന കുഞ്ഞ് നമുക്കൊരിക്കലും ഒരു ഭാരമാവാതിരുന്നാ പോരെ? കുഞ്ഞിനെ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലെന്ന് ഞാൻ നിരഞ്ജനോട് പറഞ്ഞു കഴിഞ്ഞു. അവളെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാ. വിശ്വേട്ടനെ ഏട്ടൻ അനുനയിപ്പിച്ചു കൊണ്ടുവരണം. അളിയനോട് ഞാൻ സംസാരിക്കാം. ഇതിന് വിശ്വേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ നിരഞ്ജനെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് പറയണം. കുഞ്ഞിനെ സ്വീകരിക്കാൻ അവർക്കാരുടെ അനുവാദമൊന്നും വേണ്ട. സുധിക്ക് അവളുടെ ഭാഗത്ത് നിൽക്കാനേ കഴിയൂ. അവന് വേണ്ടിയാ അവൾ ഇങ്ങനൊരു ത്യാഗം ചെയ്യുന്നത്. നിരഞ്ജനയുടെ അമ്മയോട് ജയന്തി സംസാരിച്ചോ? ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും? ഭാഗ്യത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള അർഹത എനിക്കുണ്ടോ? അവര് നിരഞ്ജനയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അത് പിന്നെ ഇല്ലാതിരിക്കോ? അതിനെ തടയിടാനല്ലേ അവള് തിടുക്കപ്പെട്ട് ഇങ്ങനൊരു നീക്കത്തിന് തുനിഞ്ഞത്. ഏട്ടൻ വിശ്വേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനിയും ദുരഭിമാനവും പിടിച്ചിരുന്ന അവർ ഈ വീട്ടിൽ നിന്ന് പോവും. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തർത്ഥമാ ഉള്ളത്? വൈകിട്ട് ഞാൻ അളിയനെ കാണുന്നുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഈശ്വരാധീനം നിനക്കുണ്ട് നിരഞ്ജനെ. അല്ലെങ്കിൽ നീ പറഞ്ഞ കാര്യം എങ്ങനെ സത്യമായി? അങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്കതല്ലാതെ മറ്റെന്ത് പറയാൻ കഴിയും? സുധിയെപ്പറ്റി കേട്ടതൊക്കെ സത്യമല്ലെന്ന് സ്ഥാപിക്കാനേ എനിക്ക് കഴിയൂ. അച്ഛൻ മടങ്ങി വരുമ്പം എല്ലാം പൊളിയുന്നു തന്നെ ഞാൻ വിശ്വസിച്ചു. രാവിലെ അമ്മ അത് പറഞ്ഞപ്പോൾ എനിക്കെന്റെ കാതുകളെ പോലും വിശ്വസിക്കാനായില്ല. വിശ്വനാഥൻ സാറിനെ ഒരു ലോറി ഡ്രൈവർ പറ്റിച്ചു. സാറിനെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാ. സംഭവം ആത്മഹത്യാപരം തന്നെ. ഞാനറിയാതെ അച്ഛനും അമ്മയും ഉള്ളിൽ വെച്ച രഹസ്യമാണ്. അഭിമാനം രക്ഷിക്കാനാ അച്ഛനത് പറയേണ്ടി വന്നത്. അതെനിക്ക് അനുകൂലമായി. നിനക്ക് ആശ്വസിക്കാനായി വേറെയും വാർത്തകൾ അറിഞ്ഞില്ലേ? അർച്ചന വിവാഹം കഴിഞ്ഞുപോയി. അവൾ അവിവാഹിതയായി ജീവിക്കുകയാണെന്നുള്ള ധാരണ ഇതോടെ മാറിയല്ലോ. സുധിയെ പഴിക്കാൻ യോഗ്യതയില്ലെങ്കിലും സുധി വലിയ തെറ്റ് ചെയ്തെന്നുള്ള തോന്നല് മാറി. ഞാനൊരു കുഞ്ഞിന് വേണ്ടി കൊതിക്കുമ്പോൾ സുധിയുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തെന്ന് കേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഇനി സുധിയെ വിശ്വസിക്കാതിരിക്കാൻ അച്ഛനും അമ്മയ്ക്കും കഴിയില്ല.
നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. തടയാനുള്ള അർഹത അവർക്കില്ല. അച്ഛൻ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങൾ പിന്തിരിയില്ല. എതിർക്കുന്നവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. പെരുമ്പടപ്പ് വീട്ടിൽ നീ ഇപ്പോ മേൽക്കൈ നേടിക്കഴിഞ്ഞു. ഇനി പിടിവിടരുത്. നിന്നെ പിണക്കിയ നീ ഇറങ്ങിപ്പോവുന്ന പേടി അവർക്കുണ്ടാവണം. സുധിക്ക് വേണ്ടി നീ ചെയ്ത ത്യാഗമായി വരുത്തി തീർക്കണം. അമ്മേ, ഓ ഇന്ദുവിനെ വിളിച്ചമ്മേ. അച്ചുവേച്ചി അവിടെ തന്നെ ഉണ്ട്. അവള് വൈകിട്ട് അച്ചുവേച്ചിയെ കാണാൻ പോയി. എന്തായാലും നിങ്ങളുടെ അച്ഛന് തോന്നാത്ത ദയ കാർത്യാനിക്ക് അവളോട് തോന്നിയല്ലോ. മുന്നറിയിപ്പില്ലാതെ അച്ഛൻ അവിടെ ചെന്ന് കേറുമെന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുള്ളൂ. ഇതിന്റെ പേര് കാർത്യാനിയായിട്ട് നിങ്ങളുടെ അച്ഛൻ വഴക്കിട്ടതല്ലേ? പിന്നെങ്ങനെയാ അങ്ങേരെ അങ്ങോട്ട് ചെല്ലുന്നത്? അച്ചുവേച്ചി പുറത്തൊന്നും ഇറങ്ങില്ല. അച്ഛൻ ചെന്നാ കാർത്തികന് വാതില് തുറക്കാതിരുന്ന പോരെ. അങ്ങേര് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ എത്ര കാലം കാർത്തിയാനിക്ക് അവിടെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ പറ്റും? അച്ഛന്റെ ഇപ്പോഴത്തെ ബഹളവേ ഉള്ളൂ. അധികകാലം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓട്ടത്തിന് പോണ്ടേ? അച്ഛൻ ഓട്ടത്തിന് പോയാ മതിയായിരുന്നു. ഇനി ആർക്കും അർച്ചനെ കാണാനൊന്നും പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് ചെന്നാ കാർത്തിയാനി അവളെ സ്ഥലം മാറ്റിയെന്നും വരും. അത് തീർച്ചയായും. ആ, ഇനിയിപ്പോ ആരും അങ്ങോട്ട് പോകണ്ട. അവൾ അവിടെ ഉണ്ടെന്നുള്ള വിവരം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അതെന്തോന്ന് പറയും. ആ, പിന്നെ ഏത് ആശുപത്രിയിൽ അവള് പോകുന്നെന്ന് നീ ഇന്ദുവിനെ കൊണ്ട് ചോദിച്ചറിയണം. അവിടെ ഡേറ്റ് എനിക്കറിയാം. അതനുസരിച്ച് ഞാൻ ആശുപത്രിയിൽ പോക്കോളാം. അതൊക്കെ ഇന്ദു അറിയിച്ചു തരും. അച്ചുവേച്ചി തന്നെ സമയമാകുമ്പോ അവളോട് പറയും. എങ്ങനെയെങ്കിലും 2 മാസം കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. പ്രസവത്തിന് പുനലൂര് തന്നെ പോകുന്നുള്ളത് ഉറപ്പാ. കാർത്തിയാനിയെ കൊണ്ട് അച്ചുവേച്ചി അത് സമ്മതിപ്പിക്കും. ആ വിശ്വാസത്തിലാ ഞാനും. ഹിമ ഡോക്ടറുടെ അടുത്ത് എത്തിയ പിന്നെ ആർക്കും അച്ചുവേച്ചി ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത കാലത്തൊന്നും നമുക്ക് അച്ചുവേച്ചിയും കുഞ്ഞിനെയും കാണാൻ പറ്റില്ല. സുന്ദരിയല്ലേ അച്ചുവേച്ചി? കുഞ്ഞ് ചുവന്ന റോസാപ്പ് പോലെ ഇരിക്കും. അവനെ ഒന്ന് എടുക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവും മോളെ. അണ്ണേ, രായപ്പണ്ണ വന്നു. ഇയാളെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? കോയമ്പത്തൂർ വന്നാണോ? രാഘവൻ നാട്ടിൽ വന്നിട്ട് പോയാലും എന്നെ കാണാറില്ല. ഇപ്പോ ഇടപാടൊക്കെ കാർത്തിയാനായിട്ടല്ലേ? നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മുഖം കാണിച്ചോണ്ട് എനിക്ക് എന്ത് നേട്ടമുള്ളത്? അവളെ കാണാൻ വന്നാ ഒരു കുപ്പി നല്ല വാറ്റെങ്കിലും കിട്ടും. പെണ്ണിനെ കാർത്തിയാനടിയിൽ കിട്ടിയപ്പോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ വളർത്തി അടിച്ചു. കാർത്തിയാനിക്ക് കാശ് കവഞ്ഞൊന്നുമില്ല, അത് നിനക്കും അറിയാം. പക്ഷെ നീ എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? തനിക്ക് തരാമെന്ന് പറഞ്ഞ കാശ് ഞാൻ തന്നിരിക്കും. എന്നിട്ടാണോ അവളെ കൊണ്ട് വന്നിട്ട് നീ ആ വാക്ക് പാലിക്കാത്തെ? ഇതാണുങ്ങൾക്ക് ചേർന്ന പണിയല്ലേ രാഘവ? എന്താണോ പറഞ്ഞേ? നീ കൈയെടുക്ക്. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പണം ചോദിച്ചു വന്നതല്ല. നീ കാണിച്ച് നെറുകേടായി പോയെന്ന് മുഖത്ത് നോക്കി പറയാൻ വന്നതാ. നിങ്ങൾ എന്താ പറഞ്ഞേ? പെണ്ണിനെ ഞാൻ കൊണ്ടുവന്നു. അവള് നിനക്കുള്ളതാ. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. നീ എനിക്ക് കാശായിട്ടൊന്നും തരണ്ട. പെണ്ണിനെ കൈവച്ചോ, പക്ഷെ കൊച്ചിനെ എനിക്ക് തരണം. ഞാൻ അവളെ കൊണ്ടുവന്നു എന്നോട് ആരാ പറഞ്ഞേ? അവള് തന്നെ, കാർത്തിയാനി. ആ പെണ്ണിപ്പോ അവളുടെ വീട്ടിൽ ഇല്ല. അന്വേഷിച്ച് ചെന്നപ്പോഴാ നീ അവളെ കൊണ്ടുപോയ കാര്യം അവൾ എന്നോട് പറഞ്ഞേ. അപ്പോ പെണ്ണ് കാർത്തിയാനിയുടെ കയ്യിലില്ലേ? ഞാൻ ആ വീട്ടിൽ കയറി നോക്കി, അവളവിടെ ഇല്ല. ദേ, നമ്മൾ തമ്മിൽ കുറച്ച് കശപിശയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിന്നെ ഞാൻ ചതിച്ചിട്ടില്ല രാഘവ. നീ എന്നെയും ചതിക്കരുത്. ആ കൊച്ചിനെ കൊടുത്തില്ലെങ്കിൽ SP എന്റെ കുടുംബത്തെ വെച്ചേക്കില്ല. നീ എന്നെ ചതിക്കില്ല രാഘവ. ഇയാളൊന്ന് പോയേ. ഒരുത്തിയെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എങ്കിൽ എന്നെ മാത്രമല്ല നിന്നെയും കാർത്തിയാനി വെട്ടി. ആ, താനൊന്ന് പോയേ. ഓടോ.
എന്തൊക്കെയുണ്ട് രാഘവ വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ പിന്നീട്. പെണ്ണം തേടി. അതെന്ത് ചോദ്യവാ? അവൾ എന്റെ കൂടെ ഉണ്ട്. ദേ, എന്നോട് നീ കള്ളം പറയരുത്. പെണ്ണ് ചാടിപ്പോയെന്നാണല്ലോ എനിക്ക് കിട്ടിയ വിവരം. ഈ വിളിക്കുള്ള കാരണം ഇപ്പൊ എനിക്ക് പിടികിട്ടി. രായപ്പൻ അങ്ങ് വന്നിരുന്നു അല്ലേ? ആ. അയാള് പോയോ അതോ അവിടെ ഉണ്ടോ? ആ, അയാള് പോയി. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അയാൾ ഒരു പോക്കണക്കേട് കാണിച്ചു. പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ ആ SP-യും കൂട്ടി ഇവിടെ വന്നു. വഴിക്ക് വെച്ച് ആംബ്രോസ് അവരെ കണ്ടു. ഞാൻ അവളെ അടുത്ത വീട്ടിലേക്ക് മാറ്റി. നീ ഇത് നേരത്തെ വിളിച്ച് പറയാത്തെന്താടി? അവൻ കോയമ്പത്തൂർന്ന് ജീവനും കൊണ്ട് പോകില്ലായിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിന്നെ വിളിച്ച് പറയണ്ടെന്ന് കരുതിയിട്ടാ. ഇതാണോടി ചെറിയ കാര്യം? എന്റെ കാശും വാങ്ങി അവൻ എന്നെ കമത്താൻ നോക്കിയില്ലേ? നീ അത് വിട്ടേക്ക്. അയാളെ അവളെ തെരഞ്ഞു നടക്കുക. ഇനി എങ്ങനെയാടി പെണ്ണിനെ അവിടെ നിർത്തുന്നത്? നീ അവളെ എനിക്ക് വിട്ടുതന്നേക്ക്. ഞാൻ രാത്രി വണ്ടിക്ക് വരാം. നീ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട രാഘവ. എന്റെ കയ്യിൽ നിന്ന് അവളെ ആരും കൊണ്ടുപോകത്തില്ല. അവള് നിനക്കുള്ള പെണ്ണ. അതിനൊരു മാറ്റവുമില്ല. അതിനു വേണ്ടിയിട്ടല്ലേ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ കാവലിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വരുവാ. 7-8 മാസമായ പെണ്ണിനെ കൊണ്ടുപോയിട്ട് നീ എന്ത് ചെയ്യാനാ? വയറ് കാരണം അവക്ക് കട്ടിലെന്ന് എഴുന്നേക്കാൻ വയ്യ. പേരെടുക്കാൻ ഒരുത്തി വേണ്ടേ? നിനക്ക് സമയമുണ്ടോ അവളെ കൊണ്ട് ആശുപത്രി കയറാൻ? പെണ്ണിനെ തേടി ഇനി രാജപ്പനോ SP-യോ വന്നാ അപ്പൊ നീ എന്നെ വിവരം അറിയിക്കണം. ഞാൻ അറിയിക്കാം. ആ, രായപ്പൻ ഇനിയും വന്നാ ഞാനങ്ങ് വന്നോളാം. അവന്റെ 2 കാലും തല്ലി ഒടിച്ചൊരു മൂലക്കിടും. യോ, നീ അവളുടെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. പ്രസവ സമയമാകുമ്പം നിന്നെ ഞാൻ വിവരം അറിയിക്കാം. നീ വന്ന് കൊണ്ടുപോയിക്കോ. 2-3 മാസം കൂടെ നീ ഒന്ന് ക്ഷമിക്കേ. ശരി, നീ വെച്ചോ. മോളെ, അത് പിന്നെ ചെവളയാ വിളിച്ചത്. നിന്റെ ചിറ്റപ്പൻ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നെന്ന്. ചേച്ചി അയാളോട് പറഞ്ഞ സത്യമാണോ? എന്നെ അയാൾക്ക് കൊടുക്കൂ? ഞാൻ അങ്ങനെ ചെയ്യുമോ മോളെ? ഞാൻ പിന്നെ അവനോട് ഇതല്ലാതെ എന്തു പറയാനാ? രായപ്പൻ ചെന്നതിന്റെ പിന്നാലെ നിന്നെ കൊണ്ടുപോകാൻ വരാനിരുന്നതാ. നിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് വലിയൊരു തുകയാ രായപ്പൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അവനെ ഒന്ന് പിടിച്ചു നിർത്താനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മോള് വിഷമിക്കണ്ട. നിന്നെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല.